Hi, Namaste. Welcome back, viewers. Welcome back to my channel, Vinchedam. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺഫോൾ നല്ല ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ സെല്ല് തന്നിരുന്നു, പക്ഷേ അവിടെ കൺഫർമേഷൻ തന്നിരുന്നില്ല. കൺഫർമേഷൻ തരാതെ മാർക്കറ്റ് തിരിച്ചു കയറാൻ നോക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് ബ്രേക്ക് ഔട്ട് പോയി നല്ലൊരു റിട്ടേൺസ് നമുക്ക് തന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി, എക്സിറ്റ്, റിവേഴ്സൽ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന സ്ട്രാറ്റജിയിലാണ് നമ്മുടെ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയർ ലൈവിൽ വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഏത് മാർക്കറ്റ്, ഇപ്പോൾ സ്റ്റോക്ക് ആയിക്കോട്ടെ, ഓപ്ഷൻ ആയിക്കോട്ടെ, ഫോറക്സ്, ക്രിപ്റ്റോ, അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റ് സെയിം സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27th സെപ്റ്റംബർ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ സോഫ്റ്റ്വെയർ റെഡ് കളർ ഡൗൺ ആർ സെൽ സിഗ്നൽ മോർണിംഗിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ് കാണിക്കുന്നത്. ഇതിനു മുമ്പ് 8 വേർഷനും നമ്മൾ ഫസ്റ്റ് തൊട്ട് 2009 തുടങ്ങിയുള്ള സ്ട്രാറ്റജി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ രാവിലെ മോർണിംഗിൽ തന്നിട്ടുണ്ട് 27/9. അപ്പോൾ അതിന് ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ 3 ടാർഗറ്റും. പക്ഷേ ആ സമയത്ത് വന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സെല്ല് എടുക്കാനായിട്ടുള്ളൊരു കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ റെഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാൻഡിൽ റെഡ്, താഴെ കൺഫർമേഷൻ ബാർ റെഡ് വരണം. അപ്പോൾ ഇവിടെ റെഡ് വന്ന സമയത്ത് താഴെ അവിടെ ഗ്രീൻ ആണ്. അപ്പോൾ ഇവിടെ ട്രേഡിൽ ഇതൊരു ഡൗൺ, ചെറുതായിട്ട് ഡൗണിൽ ഇറങ്ങി ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഹൈക്ക് അടിച്ചു, മാർക്കറ്റ് തിരിച്ച് കയറി. അപ്പോൾ അവിടെ താഴെ നോക്കുകയാണെങ്കിൽ അവിടെ ഓൾറെഡി ഗ്രീൻ ആണ്. അപ്പോൾ ഇവിടുന്നാണ് റെഡ് പോയത്, ഇവിടുന്ന് സെല്ല് റെഡും ആയി. ഇപ്പം കൺഫർമേഷൻ ലെവൽ ഈ സെല്ല് മാച്ചിങ് ആയത് ഇവിടെ, ക്യാൻഡിൽ റെഡും താഴെ മാച്ചിങ് ആയത് ഇവിടെയാണ്. അവിടുന്ന് നമുക്ക് ഡബിൾ കൺഫർമേഷന് വേണ്ടി സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ കളർ സ്ട്രോങ് സപ്പോർട്ടായിരുന്നു കട്ട് ചെയ്തത്. അവിടുന്ന് തിരിച്ചിറങ്ങി, ഇപ്പോൾ അവിടുന്ന് എടുത്തിട്ടില്ല, നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ച് പിന്നെയും ബ്രേക്ക് ചെയ്ത് ഇവിടെ പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് അപ്രോക്സിമേറ്റ് 12 ശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അത് നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ ആയിരുന്നു. അവിടെ നല്ല സ്ട്രോങ് സപ്പോർട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. താഴെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് റീ എൻട്രി സജഷനായിട്ട് അവിടെ തരും. ഓക്കെ, അതൊരു നല്ല രീതിയിൽ നല്ല ഡൗൺഫോൾ പോയിട്ടുണ്ട്. 364 പോയിന്റുകൾ ഇപ്പോഴും ഡൗൺ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബൈ ആയിട്ടില്ല, നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ട്രൈക്ക് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസേൺ സ്ട്രൈക്ക് നമുക്ക് മുകളിൽ നമുക്ക് വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിവിടെ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക, സിമ്പിൾസിലേക്ക് പോവുക, നമുക്ക് ഏതാണ് കൺസേൺ സ്ട്രൈക്ക് എന്നുള്ള അവിടെ ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ 54,223 ആണ്, 54,400 ആഡ് ചെയ്യണമെങ്കിൽ 400 അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ, അതേപോലെ തന്നെ നമുക്ക് 5 മിനിറ്റ് സെറ്റ് ചെയ്യുക, ടെംപ്ലേറ്റ് ചെയ്യുന്ന 8.1 ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്കവിടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ആ പോർഷനിൽ തന്നെയാണ് ബൈ തന്നത്. അവിടുന്ന് റെസിസ്റ്റൻസ് അടിച്ച് നമുക്ക് മാർക്കറ്റ് കയറി 341 ഒറ്റ കയറ്റം കയറിയത് നമുക്ക് മാർക്കറ്റ് 547 നമുക്ക് ആക്ച്വലി ആ ഒരു പോർഷൻ നമുക്ക് എൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് അടിച്ചത്. അവിടം വരെ നല്ലൊരു റിട്ടേൺസ് ആയിരുന്നു. പക്ഷേ നിഫ്റ്റിയിൽ ഇത്രയും ഒരു ഡൗൺഫോൾ നമുക്ക് കിട്ടിയിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി പക്ഷേ നല്ലൊരു റിട്ടേൺസ് ആണ് കിട്ടിയത്. അപ്പം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.